സെലിംഗ് എന്ന് പറഞ്ഞൊരു സ്ഥലത്താട്ടോ. ഇത് മിസോറാമിലെ ഒരു എന്താ പറയുക, നമ്മുടെ ഐസ്വെല്ലിൻ്റെ അടുത്താണ്. ഐസ്വെല്ലിൽ നിന്ന് ഒരു 28 കിലോമീറ്റർ ഇപ്പുറമാണ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് പയ്യെ നമ്മുടെ മ്യാൻമാർ ബോർഡർ ആ ഒരു ഏരിയയിലേക്ക് പോകാൻ വേണ്ടി പോവാണ്. ആ ഒരു ഏരിയ പോയിട്ട് അവിടുന്ന് നേരെ മണിപ്പൂർ കയറും കേട്ടോ. മണിപ്പൂർ കയറിയിട്ട് അവിടുന്ന് പിന്നെ നാഗാലാൻഡ് അങ്ങനെ പോകാനാണ് നമ്മളെ പരിപാടി. ഇവിടെ ഒന്നും പ്രത്യേകിച്ച് കാര്യമായിട്ട് കാണാനൊന്നുമില്ല. പിന്നെ എന്താ പറയുക, ഇതൊരു ടൂറിസ്റ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു സ്ഥലമൊന്നുമല്ല, വളരെ ആൾക്കാരൊക്കെ കുറഞ്ഞൊരു സ്ഥലം. കഴിഞ്ഞ ദിവസങ്ങളിൽ എൻ്റെ സ്റ്റാറ്റസ് കണ്ടവർക്ക് അറിയായിരിക്കും, വണ്ടി ഫുള്ള് ചെളി പിടിച്ചിരിക്കുകയാണ്. അതുപോലെയായിരുന്നു കേട്ടോ. ഇവിടെ റോഡ് കാര്യങ്ങളൊന്നും ഇല്ല മര്യാദക്ക്, അത്ര ഓഫ് റോഡ് കാര്യങ്ങളൊക്കെയാണ്. ഇത് ഓൺ റോഡ് വന്നതിൻ്റെ അവസ്ഥയാണ് ഇതെല്ലാം നിങ്ങൾ കാണുന്നുണ്ട്. എൻ്റെ സ്റ്റെപ്പിൻ്റെ എല്ലാം ചെളി കാണുന്നുണ്ട്, വണ്ടിയിൽ ചെളി നോക്കിയാൽ ഓൺ റോഡ് വന്നതിൻ്റെ അവസ്ഥയാണ് കേട്ടോ. അപ്പോൾ ഓഫ് റോഡ് എന്തായിരിക്കും നിങ്ങൾ ആലോചിക്കണം, അതാണ് അവസ്ഥ കേട്ടോ. പിന്നെ ഇടയ്ക്ക് പോകുന്ന വഴിയിൽ ഇതുപോലുള്ള നല്ല മലകളൊക്കെ കാണാൻ പറ്റും, അതാണ് ആകെയുള്ളൊരാശ്വാസം. വേറെ ഒന്നും ഇവിടെ കാണാനില്ല. പിന്നെ ആൾക്കാരൊക്കെ ഭയങ്കര പ്രശ്നമാണ്. അതായത് ഐസ്വെല്ലൊക്കെ പോയി കഴിഞ്ഞാൽ ഡ്രഗ്സിന് അഡിക്റ്റഡ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരെ കാണാം, ആണുങ്ങളും പെണ്ണുങ്ങളും ഒന്നിച്ചിരുന്ന് ഡ്രഗ്സ് അടി കേട്ടോ. ഇതൊരു ഡ്രൈ സ്റ്റേറ്റാണ്, പക്ഷേ ഇവിടെ മദ്യമല്ല, ശരിക്കും വലിയ കെമിക്കൽസാണ് ഇവിടെ ഫുള്ളായിട്ട് എല്ലാവരും ഉപയോഗിക്കുന്നത്. ഭയങ്കര ഒരവസ്ഥ കേട്ടോ, നമുക്ക് കണ്ടു നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാനധികം അവിടെ നിൽക്കാൻ തോന്നുന്നില്ല, എനിക്ക് തീരെ ഒരു മൈൻഡ് അങ്ങോട്ട് സെറ്റായില്ല. എന്നിട്ട് ഞാൻ വണ്ടിയെടുത്ത് ഇറങ്ങി കേട്ടോ. അപ്പോൾ നേരെ മ്യാൻമാർ ബോർഡർ പോയിട്ട് നമുക്ക് ബോർഡറിൻ്റെ അകത്തോട്ട് കയറാൻ പറ്റില്ല. പിന്നെ എനിക്ക് തോന്നുന്നു ലീഗലായിട്ട് വണ്ടി കയറ്റാൻ പറ്റില്ല ഉറപ്പായിട്ടും. അല്ലാതെ ജസ്റ്റ് ഒന്ന് കയറാൻ പറ്റുമോ നോക്കട്ടെ, എനിക്ക് കയറാൻ പറ്റുമോ ഞാൻ നോക്കട്ടെ. പറ്റെങ്കിൽ കയറും, ഇല്ലെങ്കിൽ ജസ്റ്റ് അവിടെ വരെ പോയിട്ട് നമ്മൾ തിരിച്ചു വരും കേട്ടോ. അപ്പോൾ ഇവിടുന്ന് നമ്മൾ നേരെ പോകുന്ന ചംഫായി എന്ന് പറഞ്ഞ സ്ഥലത്താട്ടോ. ചംഫായി ആണ്. ചംഫായിന്ന് കുറച്ചും കൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ബോർഡർ എത്തും. അപ്പോൾ ചംഫായിലേക്കാണ് നമ്മളെ യാത്ര. നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന നാഷണൽ ഹൈവേ 6-ലാട്ടോ. ഇവിടുത്തെ ചുരുക്കം നല്ലൊരു റോഡുകളിൽ ഒരു റോഡ് മാത്രമാണ് ഇത്. മുക്കാ ഭാഗങ്ങളും റോഡില്ല. ഇനി അങ്ങോട്ട് പോകുന്ന റോഡെല്ലാം ഞാൻ കാണിച്ചു തരാം കേട്ടോ. കുറച്ച് അങ്ങോട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ റോഡൊന്നുമില്ല. വളരെ ശോചനീയാവസ്ഥ. ഒരു എന്താ പറയുക, നാടായാലും ഒരു ഡെവലപ്മെൻറ്റ് കാര്യം ഒന്നും ഇല്ലാത്തൊരു നാടും അതുപോലത്തെ നാട്ടുകാരാണ് കേട്ടോ. പിന്നെ എന്താ പറയുക, നോർത്ത് ഈസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പോൾ ത്രിപുര, മിസോറാമും മണിപ്പൂർ നമുക്ക് അത്ര ഡെവലപ്മെൻറ്റ് കാര്യങ്ങളൊന്നും കാണാൻ പറ്റില്ല. എന്തായാലും നമുക്കെന്തായാലും ഒന്ന് നമ്മൾ ഈ നാടൊക്കെ ഒന്ന് കാണുക എന്നുള്ള രീതിയിലാണ് ഇറങ്ങിയത്. എന്തായാലും നമ്മളത് കാണുക, പോവുക, അത്രയേ ഉള്ളൂ കേട്ടോ. നമുക്ക് നമ്മുടെ നാടുമായിട്ടൊന്നും ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല. അതുപോലെയാണ് ഇവിടുത്തെ ആൾക്കാരും എല്ലാം. അങ്ങനെ ഇതാ മ്യാൻമാർ ബോർഡർ കാണാനുള്ള യാത്രയിൽ ഞാൻ ഏതോ ഒരു പെട്രോൾ പമ്പിൽ സൈഡാക്കിയിട്ടില്ല കേട്ടോ. ഇന്ന് എന്തോ നല്ല മഴയെല്ലാം പെയ്യുന്നുണ്ട്, സന്തോഷം. വണ്ടിയാണ് ചള്ളിപ്പിട്ടിച്ചിരിക്കുമായിരുന്നു, കുറച്ച് ചളിയെല്ലാം പോയി, നല്ല വൃത്തിയായിട്ടുണ്ട്. അപ്പം ഞാൻ വർക്കെല്ലാം തീർത്ത് കിടക്കാനുള്ള പരിപാടി നോക്കും കേട്ടോ. ഒന്ന് വാഷ്റൂമെല്ലാം പോകാമെന്ന് വെച്ചാൽ, പക്ഷെ മഴയായി. ഇനിയിപ്പോൾ അങ്ങനെ തന്നെ കിടക്കാം, മഴ പോട്ടെ. അപ്പോൾ അങ്ങനെ രാവിലെ എണീറ്റിട്ട് ഇനി ബാക്കി ഓടാം. നമുക്കൊരു 100-110 കിലോമീറ്ററും കൂടെ ഓടാനുണ്ട് കേട്ടോ. എന്തായാലും മ്യാൻമാർ നമുക്ക് കയറാൻ പറ്റൂല, പക്ഷേ എനിക്ക് കയറാൻ പറ്റുമെന്നറിയില്ല. വണ്ടി എന്തായാലും കയറാൻ പറ്റില്ല, അത് ഉറപ്പാണ്. പിന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് എന്തായാലും ഒരു 0 പോയിന്റ് ഉണ്ടാവും. അപ്പോൾ 0 പോയിന്റ് വരെ പോയിട്ട് നമുക്കൊരു ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാം എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് പോകുന്നത് കേട്ടോ. എന്തായാലും പോയി നോക്കാം. അങ്ങോട്ടുള്ള റോഡ് നല്ല റോഡായാൽ മതിയായിരുന്നു. ഇന്ന് വന്നത് കുഴപ്പമില്ല, ടാറിങ് റോഡ് കുറേ പൊട്ടിയതാണ്, എന്നാലും കുഴപ്പമില്ല. നമുക്ക് ടാറിങ് റോഡ് എന്നുള്ളൊരു കൺസെപ്റ്റെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ഓക്കെയാണ്. മറ്റേത് ഭയങ്കര ദുഷ്കരമാണ്, സമയം എടുക്കും കുറേ. പിന്നെ ഇനിയിപ്പോൾ വീക്കെൻഡാണ്, നാളെ മറ്റന്നാൾ ലീവാണ്. അതുകൊണ്ട് ഞാൻ 2 ദിവസം കൊണ്ട് വേഗം ഇതൊക്കെ തീർത്ത് തിരിച്ച് നമ്മളെ ഇപ്പുറം കയറും കേട്ടോ. മണിപ്പൂർ കയറും. മണിപ്പൂർ കയറിയിട്ട് ബാക്കി നമുക്ക് നോക്കാം. മണിപ്പൂർ നമുക്ക് ILP എടുക്കാനുണ്ട്, പെർമിറ്റ് വേണം. അപ്പോൾ അത് ബോർഡറിൽ നിന്ന് എടുക്കാൻ പറ്റുമായിരിക്കും. ഇവിടുത്തെ ബോർഡറിനാണ് ഞാൻ എടുത്തത്, അപ്പോൾ അതുപോലെ പറ്റുമെന്ന് തോന്നുന്നു. പോലീസ് സ്റ്റേഷൻ തന്നെ എടുക്കാൻ പറ്റുമായിരിക്കും. എന്തായാലും നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മളിതാ രാവിലെ തന്നെ യാത്ര തുടരുകയാണ്. പിന്നെ നമ്മൾ മ്യാൻമാർ ബോർഡറിലേക്ക് പോയിക്കൊണ്ടിരിക്കും കേട്ടോ. ജസ്റ്റ് പെട്രോൾ പമ്പിൽ നിന്ന് വണ്ടി എടുത്ത് ഇറങ്ങി. ഇന്ന് അത്യാവശ്യം മഴയുണ്ട്, ഇന്ന് രാത്രി കുറച്ച് മഴ പെയ്തു, അതുകൊണ്ട് നല്ല തന്നെ. വണ്ടിയെല്ലാം ചളി വീട്ടിച്ച് അലമ്പായി കിടക്കായിരുന്നു. കുറച്ച് ചളിയെല്ലാം അങ്ങനെ പോയി, കുറച്ച് ക്ലീനായി കിട്ടി. വല്ല വെള്ളച്ചട്ടം പോലെ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ വണ്ടി ഒന്ന് കഴുകാമെന്ന് വെച്ചിട്ട് അങ്ങനെ ഒരു സംഭവം കിട്ടുന്നില്ല കേട്ടോ. എന്തായാലും മുന്നോട്ട് നീങ്ങാം. അത്യാവശ്യം ചെറിയ കോടയെല്ലാം കാണാൻ പറ്റും കേട്ടോ പോകുന്ന വഴിയിൽ. നല്ല റോഡ് കിട്ടി. കുറച്ച് സമയം കഴിഞ്ഞാൽ കുറച്ച് പൊളിയാന്ന് തോന്നുന്നു. വരുന്ന വണ്ടിയെല്ലാം കുറച്ച് ചളി പിടിച്ചിട്ടെല്ലാം കാണുന്നുണ്ട്. എനക്ക് വന്ന് കുറച്ച് കഴിഞ്ഞാൽ ഫുൾ പൊളി റോഡായിരിക്കും. എന്തായാലും പോയി നോക്കാം.
ഉണ്ടാക്കിയ കേട്ടാ. തക്കാളിയും പച്ചമുളക് ഉള്ളി വേറൊന്നും വാങ്ങിയില്ല. തക്കാളിക്കെല്ലാം എന്തൊരു പൈസ ആയിരുന്നു, 130 കിലോ കേട്ടോ. ഉള്ളിക്ക് 50 ഉള്ളൂ, നല്ല പൈസ. അപ്പോൾ നമുക്ക് ഇനി ഇങ്ങോട്ടാണ് പോകേണ്ടത്. ഏതോ ഒരു ചെറിയൊരു ജംഗ്ഷനിലെത്തി കേട്ടോ. നമ്മളിപ്പോൾ ഉള്ളത് കേഫാങ് എന്ന് പറഞ്ഞൊരു വില്ലേജിലാട്ടോ. നമ്മളിങ്ങനെ മ്യാൻമാർ ബോർഡറിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ എല്ലാം ഇതേപോലെ മലനിരകളിൽ ഇങ്ങനെ വീടുകളായിരിക്കും കേട്ടോ. നല്ല രസമാണ് കാണാൻ. കേഫാങ് നിങ്ങൾ കുറേ കേട്ടിട്ടുണ്ടാവുക, ഞാനും കുറേ കേട്ടിട്ടുണ്ട്. ഒരു നല്ല പരിചയമുള്ളൊരു പേര്, കൊള്ളാം. പോകുന്ന വഴിയെല്ലാം കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. ഫുള്ള് വലിയ വലിയ പാറകളെല്ലാം കൊത്തി പൊട്ടിച്ച് വഴി ഉണ്ടാക്കിയതാണ്. നല്ല ഭംഗിയിലെ വഴി കേട്ടോ. ഇടിലും മലകളൊക്കെ കാണാൻ പറ്റും. കൊള്ളാം. ഈ ടൗൺ ഏരിയ ഒക്കെ കഴിഞ്ഞ് കുറച്ച് ഉള്ളിലേക്ക് പോകുമ്പോൾ നമുക്കൊരു ഏകദേശം ഒരു മേഘാലയ ടച്ച് എവിടെയൊക്കെ കിട്ടുന്നുണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. നല്ല വളവാണ് പോകുന്ന വഴിയെല്ലാം ഫുള്ള്. നല്ല നമുക്ക് ടോട്ടൽ 7 ദിവസത്തെ പെർമിറ്റ് ആണ് കിട്ടുക കേട്ടോ. 7 ദിവസത്തെ പെർമിറ്റില് 2-ാം തീയതി വരെ നമുക്ക് പെർമിറ്റ് ഉണ്ട്. 2-ാം തീയതി വരെ നമുക്ക് മിസോറാമിൽ പോവാം, കുഴപ്പമൊന്നുമില്ല, എവിടെ വേണോ പോവാം. അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ മണിപ്പൂരിന്റെ പെർമിറ്റ് ഉണ്ടാക്കണം. മണിപ്പൂർ ചിലപ്പോൾ 1 മാസത്തേക്ക് കിട്ടുമെന്ന് തോന്നുന്നു. 1 മാസത്തേക്ക് ടെമ്പററി ആട്ടോ. ടെമ്പററി ഈ ടൂറിസ്റ്റിന് ടെമ്പററി പാസ്സാണ് കിട്ടുക. അപ്പോൾ അത് 1 മാസം വാലിഡിറ്റി ഉണ്ട് എന്നാണ് ഞാൻ കണ്ടത്. നെറ്റിൽ നോക്കിയ സമയത്ത് കണ്ടാണ്. അപ്പോൾ മണിപ്പൂരും നമുക്ക് വേണമെങ്കിൽ ഒരാഴ്ച മതി. ഒരാഴ്ച ഒരു 10 ദിവസം കൊണ്ടെല്ലാം തീരും. അധികം അവിടെ വലിയ കാണാനൊന്നുമില്ല. അപ്പോൾ ആ ഒരു ഏരിയ തീർത്തിട്ട് പിന്നെ നാഗാലാൻഡ് പിടിക്കണം. മെല്ലെ മെല്ലെ പോവാം. ഇവിടെ ഏറ്റവും കൂടുതൽ കാണുന്ന വാഹനം കേട്ടോ സുമോഗ്രാൻഡ്. സുമോഗ്രാൻഡ് ടാക്സിയാണ് ഇവിടെ ഫുള്ള് ഉള്ളത്. കാരണം ഇവിടെ ബസ് സർവീസ് കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. ഗവൺമെൻറ് ബസ്സോ കാര്യമോ പ്രൈവറ്റ് ബസ്സോ ഒന്നുമില്ല. ആകെയുള്ളത് ഈ സുമോയും കാര്യം മാത്രം കേട്ടോ. സുമോയും ബൊലേറോയിലും പിന്നെ ഷട്ടിൽ സർവീസ് അടിക്കുന്നുണ്ട്. അതല്ലാതെ വേറെ ഒരു ട്രാൻസ്പോർട്ടേഷനും ഇവിടെ ഇല്ല. ബസ് കാര്യങ്ങളൊന്നും ഇല്ല. അങ്ങനെ ഒരു പ്രത്യേകത കൂടി മിസോറാമിനുണ്ട് കേട്ടോ. ഇനി എനക്ക് ഒന്ന് മണിപ്പൂർ ഇതേ അവസ്ഥയായിരിക്കും. ത്രിപുരയിൽ പിന്നെ അവിടെ ഇവിടെയൊക്കെ ബസ് കേട്ടിട്ടുണ്ടായിരുന്നു, ചെറിയ ബസ്. ഇവിടെ ഒന്നുമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ എവിടെ ഇതുവരെ ബസ് കണ്ടിട്ടില്ല. ഞാനത്തെ ആൾക്കാരോട് ചോദിച്ച സമയത്ത് എന്നോട് പറഞ്ഞ സുമോ മാത്രമേ ഉള്ളൂ എന്നാണ്. ഒരു ചെറിയ പണി കിട്ടേട്ടാ. ഇവിടെ ചെറിയ പാറയെല്ലാം പൊട്ടി പോകുന്നുണ്ട് മേളിന്ന്. അപ്പോൾ അതാ ഫുള്ള് ആകെ ബ്ലോക്കായിട്ടുള്ളത് പോകുന്ന വഴിയിൽ. മേളിന്ന് വീഴുന്നുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ആൾക്കാരിങ്ങനെ വെയിറ്റിംഗ് ആണ്. നല്ല വണ്ടി എടുത്ത് വിട്ടു കേട്ടാ. അത് ചെറുങ്ങനെ പൊടിഞ്ഞ് വീണോണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ടാക്സിക്കാർ പറഞ്ഞു വേഗം വിട്ടോ, വലുത് പോകുന്നതിന് മുമ്പേ വേഗം വിട്ടോന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ എല്ലാ വണ്ടിയും ക്രോസ് ചെയ്ത് പോയി കേട്ടോ. ഒരു സൈഡിലേക്കുള്ള വണ്ടിയെല്ലാം പോയി, അടുത്ത സൈഡിലേക്ക് അങ്ങോട്ട് കയറുന്നുണ്ട്. ഇതൊക്കെയാണ് ഇവിടുത്തെ പ്രശ്നം. ലാൻഡ് സ്ലൈഡിങ്ങും പരിപാടിയല്ല എപ്പോൾ വേണം ഉണ്ടാവുക. അങ്ങനെ നമ്മളിതാ അടുത്ത ഡിസ്ട്രിക്റ്റിലേക്ക് കടത്തുകയാണ്. കാസുവാൽ എന്ന് പറഞ്ഞൊരു ഡിസ്ട്രിക്റ്റ് കേട്ടോ. റോഡൊക്കെ പിന്നെ പൊളിഞ്ഞു തുടങ്ങി. നല്ല റോഡൊക്കെ തീർന്നു കേട്ടോ. ഇനിയിപ്പോൾ ഫുള്ള് ഓഫ് റോഡിങ് ആണ്. അപ്പോൾ എന്തായാലും മുമ്പോട്ട് പോയി നോക്കാം. പോകുന്ന വഴിയിൽ സൈഡാക്കിയിട്ട് ചോറ് വെക്കും കേട്ടോ. ചോറടുപ്പത്ത് കുറേ ദിവസമായി ചോറെല്ലാം വെച്ചിട്ട് ഞാൻ ഈ ചെറുപയറും കാര്യമെല്ലാം പുഴുങ്ങി തടിക്കായിരുന്നു കേട്ടോ. പോഷകാഹാരം ഇന്ന് ജസ്റ്റ് ഒരു കറിയെല്ലാം വെച്ച് അച്ചാറെല്ലാം കൂട്ടി അടിക്കാമെന്ന് വെച്ചേട്ടോ. ഏതോ റോഡ് സൈഡിലാണ്. വണ്ടീൻ്റെ ഉള്ളിലതൊന്ന് വൃത്തിയാക്കണം, നിറച്ച് എല്ലാം അലങ്കോലായി കിടക്കും. അങ്ങനെ ഇന്നത്തെ ഫുഡ് റെഡി ആയിട്ടാ. സെയിം എപ്പത്തമ്പല്ല തക്കാളിക്കറി ഉണ്ട്, പിന്നെ ചിരുമ്പിക്കച്ചാറുണ്ട്, അതുപോലെ നാരങ്ങച്ചാറുണ്ട്. ഇവിടെ കഴിച്ചിട്ട് ഞാൻ വിടട്ടെ. 5 മണിയാകുമ്പോൾ നമ്മുടെ ബോർഡർ ക്ലോസ് ചെയ്യുന്നത്തേക്ക് പോയിട്ട് വരണം. ഇതൊക്കെ ഇപ്പം ഉണ്ടാക്കിയ റോഡാന്ന് തോന്നുന്നു കേട്ടോ. കുറച്ച് മലകളൊക്കെ ഇടിച്ച് പൊളിച്ച് ഉണ്ടാക്കിയ റോഡാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ.
ഇങ്ങോട്ടുള്ള വഴിയൊന്നും മോശമില്ല കേട്ടോ, എല്ലാം നല്ല വഴികളാണ്. കുട്ടികളെ വെള്ളത്തിൽ കളിക്കും കേട്ടോ ഇവിടെ ഫുള്ള്. ഇത് വേണ്ട ഫുള്ള് മണ്ണടിഞ്ഞ് വേണ്ട. ഇതേപോലെയാണ് എല്ലായിടത്തും ഉണ്ടാവുക കേട്ടോ. ഇവിടെ മെയിനായിട്ടുള്ള പ്രശ്നം ഇതാണ്. അതങ്ങ് ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ എല്ലാം കൂടി ഇങ്ങ് ഇടിഞ്ഞു പോകും. വേറെ പ്രശ്നമൊന്നുമില്ല. അത് എവിടെ എങ്ങനെ വീഴുന്നില്ല ഒന്നും പറയാൻ പറ്റില്ല. നമ്മളെ നെഞ്ചത്ത് വീണ്ടന്നെ തീർന്നില്ലേ. നല്ല റോഡ് ഉണ്ടാക്കി കഴിഞ്ഞാലും ഇതന്നെയാണ് പ്രശ്നം. ലാൻഡ് സ്ലൈഡ് ഭയങ്കരമാണ്. ഇതാ ഇവിടെ ഇതാ ഇപ്പോൾ പിടിഞ്ഞു വീണത് വണ്ടിയിൽ ഇതാ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അവിടെ JCB-യിൽ. ഇന്നലെ മഴ പെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലത്തെ മഴേൻ്റെ എഫക്റ്റ് ആയത് ഫുള്ള് കേട്ടോ. ഇന്നലെ രാത്രി മഴ പെയ്തതുകൊണ്ട് എല്ലാം ഇടിഞ്ഞ് പണ്ടാറടങ്ങി. ഫുള്ള് ഇതാ കുറേ JCB-ക്ക് വലിച്ചു വാരി ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ട്. ഇതൊക്കെ തന്നെ അവസ്ഥ. നമ്മളിപ്പോൾ ഏതോ ഒരു വില്ലേജിലെത്തി. അതിലോ മിസോറാം ബോർഡെല്ലാം കാണാം കേട്ടോ. കൊള്ളാം. ഇപ്പം നമ്മളുള്ളത് ലുങ്വാർ എന്ന് പറഞ്ഞ സ്ഥലത്താട്ടോ. കാസ്വാൾ എന്ന് പറയും. കാസ്വാളിൻ്റെ ഒരു പാട്ടാണ് ലുങ്വാൾ. അപ്പോൾ ആ ഒരു ഏരിയയിലുള്ളത്. ഇവിടുന്ന് ഇനി ഒരു 1.5 മണിക്കൂറും കൂടെ പോയാണ്ട് എന്നാലേ നമ്മളെ ലൊക്കേഷനിലെത്തുള്ളൂ, നമ്മൾ ബോർഡറിലെത്തുള്ളൂ. അപ്പോൾ പോയി നോക്കാം എന്തായാലും കേട്ടോ. നമ്മളൊരു 3-3:30 എന്തായാലും ഒരു വൈകുന്നേരം ആകുമ്പോൾ എത്തും. ജസ്റ്റ് പോയി ബോർഡർ കണ്ടിട്ട് തിരിച്ചു വരാം. തിരിച്ച് വന്നിട്ട് ഇവിടെ എവിടെയെങ്കിലും സൈഡാക്കിയിട്ട് ഒരു പെട്രോൾ പമ്പിൽ കിടന്ന് ഉറങ്ങാം. അത് കഴിഞ്ഞിട്ട് നാളെ രാവിലെ മറ്റേ ഇങ്ങോട്ട് പോവാം. ഇങ്ങോട്ടേ നമ്മുടെ ഇംഫാൽ ഭാഗത്തേക്ക് പോകട്ടോ. നല്ല കിടിലൻ റോഡാണ്. ഫുള്ള് മല തുറന്നെടുത്തോണ്ട് ഏത് നിമിഷം ഇടിഞ്ഞു പോകും കേട്ടോ. ആ ഒരൊറ്റ പ്രശ്നം മാത്രമേ ഉള്ളൂ. അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ കല്ലുകൾ വീണുകൊണ്ടേയിരിക്കും. എന്നാലും പോകുന്ന റൂട്ട് കൊള്ളാം, നല്ല ഭംഗിയുണ്ട്. ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ നല്ല മലനിരകളെല്ലാം കാണാൻ പറ്റും. ഇങ്ങനെ മഴവെള്ളമെല്ലാം വീഴുന്നുണ്ട്. മഴ പെയ്യാൻ ചാൻസ് കുറവാണ്. ചില ഏരിയാസ് നല്ല റോഡുണ്ട്, ചില ഏരിയാസ് ഭയങ്കര മോശാട്ടോ. ഇതിപ്പോൾ എനിക്ക് പോകുന്ന ബോർഡർ ഏരിയയിലേക്ക് പോകുന്നതുകൊണ്ട് ഈ ഒരു റോഡ് നല്ല റോഡാണ്. VRO അങ്ങനെയാണോ ഉണ്ടാക്കിയ? VRO അല്ലാന്ന് തോന്നുന്നു. VROൻ്റെ ബോർഡൊന്നും കണ്ടിട്ടില്ല. നാഷണൽ ഹൈവേ 6 ആട്ടോ ഇത്. കൊള്ളാം. ഇതാ പോയിക്കൊണ്ടിരിക്കുന്നു. അവിടെ നിന്ന് കല്ല് വീണോണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അത് ഇങ്ങനെ ഓരോ കല്ലുകൾ ചടപട വീണുകൊണ്ടിരിക്കുന്നുണ്ട് മുകളിൽ നിന്ന്, മണ്ണും കല്ലുമായിട്ട്. അതുകൊണ്ട് വണ്ടിയിലൂടെ പിടിച്ചിട്ടിട്ടേ ഉള്ളത്. ഇലക്ട്രിക്കാര വണ്ടിയെല്ലാം ഉണ്ട് കേട്ടോ. വലിയ കല്ലെല്ലാം പോകാൻ തുടങ്ങി കേട്ടാ. നമ്മൾ പോവാന്ന് വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഫുള്ള് ചടപട വീഴുന്ന. എങ്ങനെയെങ്കിലും പോയേ പറ്റും. 2 മിനിറ്റ് ഗ്യാപ്പ് ഇട്ട് കഴിഞ്ഞാൽ വേഗം കാല് കൊടുത്ത് കയറി പോയിക്കോളാം. വേറെ രക്ഷയൊന്നുമില്ല കേട്ടോ. നല്ല രീതിയിൽ സ്ലൈഡ് ഉണ്ട് കേട്ടോ. ഒന്നും പറയണ്ട. പാറകൾ ചട്ടപ്പട്ട വന്ന് വീഴാണ്. എങ്ങനെ കയറിപ്പോകാൻ പറ്റാത്തൊരവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഒരു ബൈക്കുകാരൻ്റെ വണ്ടി എടുത്ത് എങ്ങനെയോ അയാൾ രക്ഷപ്പെട്ട് പോയതാട്ടോ. ഫുള്ള് കല്ല. നിങ്ങൾ നോക്കിയാൽ കാണാതെ. അയ്യോ, വലിയ കല്ലല്ല പോകുന്നു. റിസ്ക് പരിപാടിയാണ്. ഏത് നിമിഷം വലിയ കല്ല് വരാം. അതുകൊണ്ട് ഞാനിവിടെ വെയിറ്റ് ചെയ്യാം. इधर देखो तो, ये भी नया है। तो ये भी नया है। इसके बीच में जैसे भी घुसेगा के बाद अरे पूरा
നോർത്ത് ഈസ്റ്റിലെ വലിയൊരു പ്രശ്നമാട്ടോ ഇത്. ഈ ലാൻഡ് സ്ലൈഡിങ് എന്ന് പറയുന്നത് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല ഇത് എപ്പം വീഴുന്നുള്ളത്. കാരണം ഇപ്പം മഴ പോലും പെയ്യുന്നില്ല. പക്ഷെ എന്നാലും ഇങ്ങനെ ഇതാ എപ്പോഴും വീണുകൊണ്ടിരിക്കുന്നുണ്ട്. ഇങ്ങനെ ഓരോ കല്ല് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇതാ വീണുകൊണ്ടിരിക്കുന്നത്, ഇടിഞ്ഞുകൊണ്ടേയിരിക്കും. ഇതെപ്പം നിൽക്കുന്ന അറിയില്ല. നിന്നിട്ട് വേണം ഇനി JCB കൊണ്ട് ക്ലിയർ ചെയ്യാൻ കേട്ടോ. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം, വേറെ പരിപാടിയൊന്നുമില്ല. ഞാനിതാ എവിടെയാ മലേനെ വീഴാനുള്ളത്. ഇനി ഇതൊന്നും ഇടിഞ്ഞ് വീഴാണ്ടിരുന്നാൽ മതി. സമയം ഏകദേശം സന്ധ്യ ആണ് കേട്ടോ. ഇതുവരെ കല്ല് വീണ് കഴിഞ്ഞിട്ടില്ല. എന്താ JCB കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ഇതെപ്പോൾ തീരുന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. ഫുള്ള് റോഡ് അടഞ്ഞിട്ടേ ഉള്ളത്. ഇപ്പോഴും വീണുകൊണ്ടിരിക്കുന്നു. രാത്രി 10 മണിയാകുമ്പോഴത്തേക്ക് ഇവർ ഏകദേശം തുറന്നു തരാം റോഡ് എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്കിവിടെ വെയിറ്റ് ചെയ്യാം, വേറെ രക്ഷയൊന്നുമില്ല. എനിക്ക് കൂട്ടിനായിട്ട് ഇതാ ടാങ്കർ ലോറിയും കൊണ്ട് കുറച്ച് ആസാം എന്നുള്ള ഭായിമാർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവരങ്ങോട്ട് പോവായിരുന്നു. അപ്പോൾ പിന്നെ അവരുടെ കൂടെയാണ് ഞാൻ സ്പെൻഡ് ചെയ്തത്. അവരോട് വർത്താനം പറഞ്ഞ് ഇങ്ങനെ സമയം കൂട്ടി. വേറെ എന്ത് ചെയ്യേണ്ടത്. പിന്നെ ലാൻഡ് സ്ലൈഡ് അത്യാവശ്യം നല്ലോണമായി, കൂടുതലായി. അപ്പോൾ ഇതാ റോഡ് ഫുള്ളിങ്ങനെ അടച്ച അവസ്ഥയായി. ഹിറ്റാച്ചി വന്നൊക്കെ മാറ്റുന്നുണ്ട്. അത് മാറ്റുന്നവരെ എന്തായാലും നമുക്കിവിടെ നിന്ന് പറ്റും കേട്ടോ. ആ മല അങ്ങനെ തന്നെ ഇടിഞ്ഞ് വീണിട്ടുണ്ട്. ആ വഴി ഫുള്ളായിട്ട് ബ്ലോക്ക് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഹിറ്റാച്ചി എല്ലാം വന്ന് മാറ്റുന്നുണ്ട്. എന്തായാലും മാറ്റിയിട്ട് പയ്യെ നമുക്ക് കയറിപ്പോട്ടോ. ഇത്രയൊക്കെയാണ് ഇന്നത്തെ കാഴ്ചകൾ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ. സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.